والصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബൈലക്സിലൂടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ചില അടിയന്തര വിഷയങ്ങളുള്ളതിനാൽ നമ്മൾ ഇന്ന് ക്ലാസ് ഒരല്പം വൈകിയാണ് ആരംഭിക്കുന്നത്. ആ വിഷയത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാനത് ആവർത്തിക്കുന്നില്ല, നമ്മളുടെ സമയം വൈകിയതിനാൽ. എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതേതാണ്? മതം പഠിക്കുക, മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, ആരാധനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഹദീസിൽ വന്നത് ഫദ്ലുൽ ഇൽമി ഖൈറുൻ മിൻ ഫദ്ലിൽ ഇബാദ. ഫദ്ലുൽ ഇൽമി ഖൈറുൻ മിൻ ഫദ്ലിൽ ഇബാദ. ഇബാദത്തിനേക്കാൾ ഖൈറായ ഫദ്ല് ഇൽമിനാണ്. അത് ഏത് ഇബാദത്ത്, ഏത് ഇൽമ് എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും പഠിക്കും. അപ്പൊ അതൊരു ഇബാദത്തായതുകൊണ്ട് തന്നെ നമുക്കതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്തത് കൂട്ടിച്ചേർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ള രൂപത്തിലെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മതം പഠിക്കുന്ന വിഷയത്തിലും അതൊരു ഇബാദത്തായതിനാൽ, ത്വലബുൽ ഇൽമ് ഒരു ഇബാദത്തായതിനാൽ വ്യക്തമായ ചില ചിട്ടകളോടും മര്യാദകളോടും കൂടിയായിരിക്കണം അത് നമ്മൾ പഠിക്കുകയും നിർവഹിക്കുകയും ചെയ്യേണ്ടത്. ആ വിഷയത്തിൽ ഉലമാക്കളിൽ നിന്ന് പല നിലക്കുമുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ആ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ള ചില തത്വങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്നത്. ഹിജ്റ 118 ജനിക്കുകയും ഹിജ്റ 181 വഫാത്താകുകയും ചെയ്ത പ്രഗത്ഭനായ തബഉ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹം അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അറിയപ്പെട്ടതുപോലെ ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് ഈ മഹാ പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അറിവിന്റെ 6 മർത്തബകൾ, അറിവിന്റെ വിജ്ഞാനത്തിന്റെ 6 മർത്തബകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അവ്വലുൽ ഇൽമി, അറിവിന്റെ ഒന്നാമത്തെ പടി അന്നിയ്യ, നിയ്യത്താണ്. അറിവിന്റെ ഒന്നാമത്തെ പടി അന്നിയ്യ, നിയ്യത്താകുന്നു. അവ്വലുൽ ഇൽമി അന്നിയ്യ, നിയ്യത്ത്. നമ്മൾ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് പറയുന്നില്ലേ, അതുപോലെ അവ്വലുൽ ഇൽമി അന്നിയ്യ. രണ്ടാമത് അദ്ദേഹം പറയുന്നത് സുമ്മൽ ഇസ്തിമാ, രണ്ടാമത്തത് സുമ്മൽ ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കലാണ്. ശ്രദ്ധിച്ച് കേൾക്കലാണ്.
മൂന്നാമത്തത് സുമ്മൽ ഫഹം, കേട്ട കാര്യം ഗ്രഹിക്കാൻ ശ്രമിക്കലാണ്, മനസ്സിലാക്കലാണ്. നാലാമത്തത് സുമ്മൽ ഹിഫുൽ, ഹിഫുലാക്കലാണ്, മനപ്പാടമാക്കലാണ്. സുമ്മൽ അമൽ, പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കലാണ്. സുമ്മൻ നശ്ർ, പിന്നെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. അപ്പൊ അറിവിന്റെ ഈ 6 മർത്തബകൾ, ഇതേ ആശയത്തിൽ വരുന്ന ധാരാളം പണ്ഡിതന്മാരുടെ കൗലുകൾ നമുക്ക് കാണാം. അതിൽ വരുന്ന ചില സിയാദത്തായ കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ഇതിൽ പറഞ്ഞ 6 മർത്തബകളെ കുറിച്ചും നമ്മൾ ഓരോ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നു. അതിന് മാത്രം അത് ഉണ്ട്. അപ്പൊ ഉലമാക്കളുടെ കൗലുകൾ വളരെ ആറ്റിക്കുറുക്കിയതായിരിക്കും. അതാണ് അഹ്ലുൽ ഇൽമിന്റെ പ്രത്യേകത. അവർ കുറേ സംസാരിക്കൂല, കുറച്ചേ സംസാരിക്കുള്ളൂ. പക്ഷെ അതതിൻ്റെ ഏറ്റവും കോറായിരിക്കും, വളരെ സത്ത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരല്പം പറയാതെ നമുക്ക് നിർവാഹമില്ല. ഉലമാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരു മനുഷ്യന് നൽകപ്പെടാവുന്ന ഖൈറായ ഹിസാലുകൾ, ഗുണഗണങ്ങളുണ്ടല്ലോ, അതെല്ലാം അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു എന്നാണ്. അതെല്ലാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിൽ സമ്മേളിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സിയർ അലാമുൻ നുബലായിൽ കാണാം. അദ്ദേഹം അൽ ഇമാമാണ്, ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഷെയ്ഖാൻ. ആലിമു സമാനിഹി, അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആലിമായിരുന്നു. വ അമീറുൽ അത്ഖിയാഇ ഫി വഖ്തിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മുത്തഖികളുടെ അമീറുമായിരുന്നു. മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഉലമാക്കൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ളയുടെ മഹിമ പറയാൻ വേണ്ടി ഇരുന്നിരുന്നു എന്നാണ്. അവരുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയും മതപരമായ വിജ്ഞാനത്തിൽ ഒരു പ്രോത്സാഹനം ലഭിക്കാൻ വേണ്ടിയും അവർ അദ്ദേഹത്തിന്റെ ഖിസാലുകൾ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറു കൊണ്ട് വിശേഷിപ്പിച്ച ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അവസാനം പറഞ്ഞ തബഉത്താബിയങ്ങൾ, ഇദ്ദേഹം തബഉത്താബിയങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം അധികവും വീട്ടിൽ തന്നെയായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങുന്ന പ്രകൃതമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, അലാ തസ്തൗഹിഷ്, താങ്കൾക്ക് വീട്ടിലിരുന്നാൽ ഒറ്റപ്പെടൽ തോന്നൂലേ, ഒരു ലോൺലിനെസ്, ഒരു ഏകാന്തത തോന്നുകയില്ലേ വീട്ടിൽ തന്നെ ഇരുന്നാൽ? അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, കൈഫ അസ്തൗഹിഷു വ അന മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബി, ഞാൻ റസൂലിന്റെ സഹാബികളെയും കൂടി ഇരിക്കല്ലേ, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഏകാന്തത തോന്നുക? എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹദീസുകൾ പഠിച്ചും സഹാബികളുടെ ജീവിതം പഠിച്ചും സഹാബികളുടെ കൗലുകളൊക്കെ പഠിച്ച് പഠനത്തിൽ മുഴുകി കഴിയുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ അള്ളാന്റെ റസൂലിന്റെയും അതുപോലെ തന്നെ സഹാബികളെയും കൂടിയിരിക്കല്ലേ, എനിക്ക് എന്ത് ലോൺലിനെസ് ആണ്, എന്ത് ഏകാന്തത അനുഭവിക്കാനാണ് എന്നാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ടുള്ളത്. മഹാധൈര്യശാലിയായിരുന്നു അദ്ദേഹം, തൻ്റെടിയായിരുന്നു, യോദ്ധാവായിരുന്നു, വലിയ പണക്കാരനായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു, വലിയ ദാനശീലനായിരുന്നു. അദ്ദേഹം മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടാൽ ആളുകൾ ഒരിക്കൽ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുള്ള ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് സംസാരിക്കണം. അപ്പോ ചില ആളുകൾ ചോദിച്ചു, എന്താണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ഉമ്മാനോട് ഒരു സ്വകാര്യം പറയുന്നത്? അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പരിചയമുള്ളവർ പറയാണ്, അത് അദ്ദേഹം എപ്പോഴും ഉമ്മാന്റെ അടുത്ത് അങ്ങനെയാണ്. ഉമ്മാനെയും വാപ്പാനെയും കണ്ടാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ,
ആ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുത്ത് അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചിരുന്നു. ആ നാട്ടിലുള്ള ജനങ്ങൾ ഉംറക്കും ഹജ്ജിനും പോവുകയാണെങ്കിൽ അബ്ദുല്ലാഹിൽ മുബാറക്കിനെ തെരഞ്ഞെടുക്കും. നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളെ കൂടെ ഞങ്ങൾ വരാം. അപ്പൊ അദ്ദേഹം അവരെ കൊണ്ടുപോകും. നമുക്ക് കാണാം ഇമാം ദഹബിയുടെ സീറു അലാമിൻ നുബലായിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, അങ്ങനെ ഉംറക്ക് പോവാൻ ആളുകൾ വന്ന അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്? അവരോട് പറയും, നിങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന പൈസയൊക്കെ എന്നെ ഏൽപ്പിക്കും. അവരുടെ പൈസയൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിക്കും. അതൊക്കെ ഒരു പെട്ടിയിലിട്ട് അദ്ദേഹം ഭദ്രമായി പൂട്ടിവെക്കും. പിന്നെ യാത്രാ ചെലവ് മുഴുവൻ അദ്ദേഹമാണ്. ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല ഷെൽട്ടർ, ഏറ്റവും അങ്ങനെ എന്തെല്ലാം അവർക്ക് നൽകാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹം അവർക്ക് നൽകും. വലിയ വഴിദൂരമുള്ള യാത്രയാണ്. അങ്ങനെ മദീനയിലെത്തിയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പ്രത്യേകം ചോദിക്കും, നിങ്ങളെ വീട്ടുകാർ മദീനയിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? മദീനയിലെ സ്പെഷ്യല്. അപ്പൊ പറയും, അത് ഇന്നെന്ന ആളുകളൊക്കെ ഇന്നെന്ന സംഗതികളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പറയും. അദ്ദേഹം അതൊക്കെ മനസ്സിൽ വെക്കും. ഇവർക്കറിയില്ല അദ്ദേഹം എന്തിനാണ് ചോദിക്കുന്നത്, ഇവർക്കറിയില്ല. അങ്ങനെ മക്കയിലേക്ക് പോകും. ആ മക്കയിലേക്കുള്ള യാത്രയിലും ഇവരുടെ മുഴുവൻ ചെലവും അദ്ദേഹമാണ്. മക്കയിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഉംറ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അദ്ദേഹം വീണ്ടും ചോദിക്കും, മക്കയിൽ നിന്ന് വല്ല സ്പെഷ്യലും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതും അവർ പറഞ്ഞു കൊടുക്കും. തിരിച്ചു നാട്ടിലേക്കുള്ള യാത്രയിൽ അവരുടെ എല്ലാ ചെലവും അദ്ദേഹം കഴിക്കും. നാട്ടിലെത്തിയാൽ അവർക്ക് നല്ലൊരു വലീമത്ത് സദ്യ കൊടുക്കും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഓരോരുത്തരെയും വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ സാധനങ്ങളുടെ കിറ്റ്, പൊതി എല്ലാവരുടെ കൈകളിൽ ഏൽപ്പിക്കും. അവരോട് നേരത്തെ വാങ്ങിയ പൈസയും അത് അദ്ദേഹം എടുത്തിട്ടില്ല, അദ്ദേഹം അത് പൂട്ടിവെച്ചാണ്. ആ പൈസയെ അവർക്ക് തിരിച്ചു കൊടുക്കും. വളരെ റാഹത്തായി അവർ വീടുകളിലേക്ക് തിരിച്ചു പോയിരുന്നു. 1,00,000 ദിർഹംസ് ഒരു വർഷം അദ്ദേഹം സദഖയായി നൽകിയിരുന്നു. ഒരു വർഷം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ദീനാർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ദിർഹം കൊടുത്തു. അപ്പൊ കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ല, അദ്ദേഹം നല്ല ചിക്കനും മട്ടനൊക്കെയാണ് വീട്ടിൽ നിന്ന് കഴിക്കാറുള്ളത്. അപ്പോൾ ഉടനെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്ക് ഒരു ദിർഹംസ് അല്ലെങ്കിൽ ഒരു ദീനാറാ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഉടനെ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് 20 ദീനാർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചിക്കനും മട്ടനും കഴിക്കാൻ ഒരു ദിർഹംസ് മതിയാവൂല, അതുകൊണ്ട് 20 ദിർഹംസ് വേണ്ടി വരും. നമ്മൾ എന്താ കൊടുക്കാതിരിക്കുക? അദ്ദേഹം പറഞ്ഞു, അത് പോരാ, ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്ന ആൾക്ക് കുറച്ചധികം പൈസ വേണം. അങ്ങനെ അവർക്ക് അങ്ങനെ സദഖ കൊടുത്തു. അദ്ദേഹം ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ എപ്പോഴും ഒരു യുവാവ് അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഹദീസുകൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു, എവിടെ പോയി ആ യുവാവ്? ഞാൻ എപ്പോൾ ഈ നാട്ടിൽ വന്നാൽ എൻ്റെ അടുത്ത് വന്ന് ഹദീസൊക്കെ കേട്ടുപോകുന്ന നല്ലൊരു വിദ്യാർത്ഥിയാണല്ലോ, നല്ലൊരു കുട്ടിയാണല്ലോ. അപ്പോൾ പറയപ്പെട്ടു, എത്രയോ ഒരു ദിർഹംസ് കടം വന്നിട്ട് ഭരണാധികാരി അദ്ദേഹത്തെ ജയിലിലടച്ചതാണ്. അതിന്റെ മുതലാളി കേസ് കൊടുത്തിട്ട് ജയിലിലടച്ചതാണ്. അബ്ദുല്ലാഹി മുബാറക്ക് ഉടനെ തന്നെ ആ മുതലാളിയെ പോയി കണ്ട് ആ പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പറഞ്ഞു. ഈ പണം ഞാനാണ് തന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തോട് പറയരുത്. അങ്ങനെ അദ്ദേഹത്തെ മോചിപ്പിച്ചു. പിറ്റേ ദിവസം ഈ യുവാവ് ഉടനെ അബ്ദുല്ലാഹി മുബാറക്കിന്റെ അടുത്തെത്തി. അദ്ദേഹം ചോദിച്ചു, ഞാൻ കുറച്ചു കാലം നിന്നെ കണ്ടില്ലല്ലോ, ഞാൻ ജയിലിലായിരുന്നു, ആരാ നിന്നെ മോചിപ്പിച്ചത്? ഏതോ ഒരാൾ വന്ന് എന്നെ മോചിപ്പിച്ചു. ഏതായാലും നീ അള്ളാഹുവിനെ സ്തുതിച്ചോ എന്ന് പറഞ്ഞു. മരണശേഷമാണ്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന്റെ മരണശേഷമാണ് തന്നെ സഹായിച്ചത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കാണ് എന്ന് ആരറിയുന്നത്? ഈ വ്യക്തി അറിയുന്നത്. അങ്ങനെ ഹൃദയ വിശാലതയും ഹദീസിലെ പാണ്ഡിത്യവും എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? അബ്ദുല്ലാഹി മുബാറക്. ഹാറൂൺ റഷീദ് ഭരിക്കുന്ന കാലഘട്ടമാണ്. ഖലീഫ ഒരു നാട്ടിൽ വന്നപ്പോ ഖലീഫയുടെ ഭാര്യ ശ്രദ്ധിക്കുകയാണ്. നോക്കുമ്പോ ഒരു കൊടുങ്കാറ്റ് കണക്കെ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് ആളുകളും അവരുടെ ചെരുപ്പുകളും എല്ലാം കൂട്ടിയൊരയുകയും പൊടികൾ പാറുകയും എല്ലാം ചെയ്തു എന്നാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ഇതാരാണ് വരുന്നത്? ഹാറൂൺ റഷീദ് ഇവിടെ ഉണ്ട്, മലിക് ഇവിടെ ഉണ്ട്, രാജാവ് ഇവിടെ ഉണ്ട്, ഖലീഫ ഇവിടെ ഉണ്ട്, പക്ഷെ ഇതാരാണ്? ഇതേത് രാജാവാണ്? അപ്പോൾ പറഞ്ഞു, അത് അബ്ദുല്ലാഹി മുബാറക്കാണ്, ഖുറാസാനിലെ ഷെയ്ഖാണ്, ഖുറാസാനിലെ ആലിമാണ്.
അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതാണ് യഥാർത്ഥ രാജാവ്. ഹാറൂൺ റഷീദിന് ഇത്ര ആളുകളെ സംഘടിപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ പോലീസിനെ വിട്ട ആളുകളെ തെളിച്ചുകൊണ്ടുവരണം. അതുകൊണ്ട് ആ രാജാധിപത്യത്തെക്കാൾ വലിയ രാജാവ് ഇദ്ദേഹം തന്നെയാണ്. ഇതാണ് യഥാർത്ഥ മുൽക്ക്, രാജാധിപത്യം, വിജ്ഞാനത്തിന്റെ, അറിവിന്റെ, പാണ്ഡിത്യത്തിന്റെ. അവിടെ നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ല. ഒരു പണ്ഡിതൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിജ്ഞാനദായികൾ അദ്ദേഹത്തിന്റെ ചുറ്റിലും തടിച്ചുകൂടും. ഒരു സംഭവം കൂടി, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവൂല. സാന്ദർഭികമായി നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇബാറത്ത് പഠിക്കുമ്പോൾ ഇതാരാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, എല്ലാ ഖൈറുകളും സമ്മേളിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. ഒരിക്കൽ ഒരു മുസ്ലിം സംഘം യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് കൂടെയുണ്ട്. അപ്പൊ റോമൻ സൈന്യം പെട്ടെന്ന് ഇവരെ വളഞ്ഞു. റോമൻ സൈന്യം കുറച്ച് പടയാളികളുള്ള, അതിൽ ഒരാൾ മുന്നോട്ട് വന്നു, ഒരു വലിയ യോദ്ധാവ് റോമൻ സൈന്യത്തിലെ. എന്നിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് വിളിച്ചു. ആദ്യം അങ്ങനെയാണ്, നേരിട്ട് ഒറ്റക്കൊറ്റയ്ക്ക് ഏറ്റുമുട്ട്. അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്നൊരാൾ വന്നു, ആ മുസ്ലിമിനെ ഇദ്ദേഹം വധിച്ചു. അടുത്ത ആൾ വന്നു, അടുത്ത ആളെയും വധിച്ചു. അടുത്ത ആൾ വന്നു, അടുത്ത ആളെ വധിച്ചു. അങ്ങനെ 6 ആളുകളെ, മുസ്ലിമീങ്ങളിൽ നിന്ന് 6 ആളുകൾ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു ദ്വന്ദ്വയുദ്ധത്തിൽ. അത് കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറഞ്ഞു, ഇനി ഞാനാണ്. അങ്ങനെ ക്ഷണനേരം കൊണ്ട് ആ റോമൻ സൈനികൻ അദ്ദേഹം എന്ത് ചെയ്തു? വധിച്ചു. ഇനി ആരുണ്ട് എന്ന് ചോദിച്ചു. അടുത്ത ആൾ വന്നു. അങ്ങനെ 6 റോമൻ സൈന്യത്തിൽപ്പെട്ട ആളെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് ഒറ്റക്ക് നേരിട്ട് വധിച്ചു കളഞ്ഞു. 6 ആള് വഫാത്തായപ്പോൾ റോമൻ സൈന്യത്തിന് തോന്നി ഇനി ശരിയാവില്ല, കഴിച്ചിലായി, ഓടി കഴിച്ചിലായി. ആ സംഭവം ഇനി നിങ്ങൾ അവിടെ കണ്ടു നിന്നവരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുന്നവരെ നിങ്ങൾ ആരോടും പറയരുത്. അവരത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ധൈര്യത്തിന്റെ സന്ദർഭത്തിൽ ധൈര്യം, തൻ്റെ ഇടത്തിന്റെ സന്ദർഭത്തിൽ തൻ്റെ ഇടം, സദക്കയുടെ സന്ദർഭത്തിൽ സദക്ക, ഉദാരതയുടെ സന്ദർഭത്തിൽ ഉദാരത, വിജ്ഞാനത്തിന്റെ ഘട്ടത്തിൽ അങ്ങനെ എല്ലാ മേഖലകളിലും ഖൈറുണ്ടായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മരണപ്പെട്ടപ്പോൾ ഹാറൂൺ റഷീദ് പറഞ്ഞിട്ടുള്ളത്, മാറ്റ സയ്യിദുൽ ഫുഖഹ, ഉലമാക്കളുടെ സയ്യിദ് മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഉലമാക്കളുടെ സയ്യിദ് മരണപ്പെട്ടിരിക്കുന്നു. ആ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീനായ അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്ത്? അവ്വലുൽ ഇൽമി അന്നിയ്യ. നിയ്യത്തിന്റെ ഒന്നാമത്തെ പടി എന്താണ്? ഇൽമിന്റെ ഒന്നാമത്തെ പടി നിയ്യത്താകുന്നു. നിയ്യത്ത് ശരിയാവണം. കാരണം നമ്മൾ പറഞ്ഞു, ഫദ്ലുൽ ഇൽമി ഖൈറുൻ മിൻ ഫദ്ലിൽ ഇബാദ. അപ്പൊ ഏതൊരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അതിൽ നിയ്യത്ത് എന്താണ്? വളരെ പ്രധാനമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അത് ചെയ്യണം. അപ്പോൾ ഇൽമ നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്തായതിനാൽ തന്നെ ഇൽമിന്റെ രംഗത്തും നമ്മളുടെ നിയ്യത്ത് എന്തായിരിക്കണം? വളരെ കൃത്യമായിരിക്കണം. ഈ ആയത്ത് സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്താണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതുപോലെ തന്നെ സൂറത്തു സുമറിലെ 11, 12, 13 വചനങ്ങളിൽ കാണാം, ഖുൽ നബിയെ പറയണം, അല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അല്ലാഹുവിന് അങ്ങേയറ്റത്തെ ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ ഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. 2 തവണ ആവർത്തിച്ചു പറഞ്ഞു.
അഅ്ബുദു, ഞാൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? മുഖ്ലിസൻ ലഹു ദീനി, കീഴ്വണക്കം കൃത്യമായും നിഷ്കളങ്കമാക്കിക്കൊണ്ട്, മറ്റ് യാതൊരു നേട്ടങ്ങളുമില്ലാതെ, മറ്റ് യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ ഈ നിയ്യത്ത് ശരിയാക്കുന്നതിനെ കുറിച്ച് എമ്പാടും സ്ഥലത്ത് ഖുർആനിൽ നമുക്ക് വചനങ്ങൾ കാണാം, ഹദീസുകളിലും അങ്ങനെ തന്നെ. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അമലുകളെ അളക്കുന്ന അളവുകോലാണെന്ത്? നിയ്യത്ത്. അത് മീസാനാണ്. അത് ബാത്തിനുള്ള അമാലിന്റെ, അതല്ലെങ്കിൽ ആന്തരികമായ നമ്മളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളുടെ മീസാനാണ് യഥാർത്ഥത്തിൽ എന്ത്? നിയ്യത്ത്. ബാഹ്യ പ്രവർത്തനങ്ങളുടെ മീസാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുന്നത്ത്. ബാഹ്യ പ്രവർത്തനങ്ങളുടെ മീസാന് സുന്നത്തും ഹൃദയ പ്രവർത്തനങ്ങളുടെ മീസാന് നിയ്യത്തുമാകുന്നു. നിയ്യത്ത് പോയാൽ ആ അമൽ എന്തായി? തള്ളപ്പെട്ടു, വെറുതെയായി. എത്രയോ വലിയ പ്രവർത്തനങ്ങൾ ഹൃദയശുദ്ധിയില്ലായ്മയാൽ, നിയ്യത്ത് ശരിയല്ലാത്തതിനാൽ എന്തായി പോകുന്നു? നിഷ്ഫലമായി പോകുന്നു. എന്നാൽ എത്രയോ ചെറിയ അമലുകൾ നിയ്യത്തിന്റെ വലുപ്പം കൊണ്ട് വലിയതായി തീരുകയും ചെയ്യുന്നു. ഇത് ഉലമാക്കളുടെ ഖൗലാണ്. അപ്പൊ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, മൻ കാന യുരീദു സവാബദ് ദുനിയ ഫഇൻദല്ലാഹി സവാബുദ് ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഈ ദുനിയാവിന്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അറിയുക, ഈ ദുനിയാവിലും പരലോകത്തിലും നിങ്ങളുടെ പ്രതിഫലം റബ്ബിന്റെ കയ്യിലാണ്. പടച്ചോനാണ് ഇത് നൽകേണ്ടത്. അതുകൊണ്ട് നിയ്യത്ത് ശരിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. സൂറത്തുൽ ഹൂദിലെ 15-16 ആയത്തുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അതിന്റെ തഫ്സീർ സഹിതം വായിച്ചു പഠിക്കണം. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ആരെങ്കിലും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, അതാണ് വളരെ പ്രധാനം. ഒരു കുറവും വരുത്താതെ അല്ലാഹു അത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ദുനിയാവിൽ ഒരു നേട്ടം ഉദ്ദേശിച്ച് ഒരു അമല് ചെയ്താൽ, അത് ദീനീപരമായ കാര്യമാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ, അല്ലാഹു നിങ്ങൾക്കത് പൂർത്തിയാക്കി തരും. എന്നാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, എന്നാൽ പരലോകത്ത് നരകമല്ലാതെ അവർക്ക് മറ്റൊന്നും ഉണ്ടാവില്ല. പരലോകത്ത് അവർക്ക് നരകം മാത്രമായിരിക്കും ഉണ്ടാവുക. വഹബിത മാ സനഉ, അവർ പ്രവർത്തിച്ചതൊക്കെ എന്താവും? നിഷ്ഫലമായി പോകും. വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവർ എന്തൊക്കെയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ബാത്തിലായി പോകും. അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. നമ്മൾ ഒരു അമല് കൊണ്ട് ദുനിയാവിനെ ഉദ്ദേശിച്ചാൽ, ദുനിയാവിനെ ലക്ഷ്യം വെച്ചാൽ. ഇത് സൂറത്തുൽ ഇസ്രായിലെ 18-19 കാണാം. സൂറത്തു ശൂറയിലെ 20-ാമത്തെ ആയത്തിലും കാണാം. ഇതേ ആശയം വരുന്ന ആയത്തുകൾ. ഈ ആയത്തുകളൊക്കെ തഫ്സീർ സഹിതം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിട്ട് എല്ലാ അമലിലും നമ്മളുടെ ഈ മീസാന് വെച്ചിട്ട് നമ്മൾ അളന്നു നോക്കുക. ഞാൻ നമസ്കരിക്കുന്നു, ഈ മീസാനിൽ അത് എങ്ങനെയാണ് യോജിച്ചു വരുന്നുണ്ടോ ഇല്ലേ? ഞാൻ ദഅവത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്നു, എന്റെ നിയ്യത്ത് എന്താണ്? ഞാൻ ഇൽമു പഠിക്കുന്നു, എന്താണ് എന്റെ മഖ്സദ്? നമ്മളൊന്ന് അളന്നു നോക്കുക. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളുടെ അമലുകളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ നമുക്ക് കാണാം. ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, ഞാൻ ധന്യനാണ്, ഞാനല്ലാത്ത മറ്റൊരാളെ പങ്കു ചേർത്ത അമൽ എനിക്ക് വേണ്ട. ഞാൻ ധന്യനാണ്, എനിക്കുള്ളത് എനിക്ക് മാത്രം. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക്കഹു, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, അവൻ എന്നെ മനസ്സിൽ വിചാരിക്കുന്നതിന്റെ കൂടെ മറ്റൊരാളെ കൂടി മനസ്സിൽ കാണുന്നുണ്ട് എങ്കിൽ ആ അമലും ആ പ്രവൃത്തിയും ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒഴിവാക്കും. ഖുദ്സിയായ ഹദീസാണ്. അപ്പോൾ നമ്മൾ ഒരു അമല് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളുടെ മാനസികാവസ്ഥ നോക്കുന്നുണ്ട്. പടച്ച റബ്ബിന്റെ പ്രീതിക്ക് പുറമെ വേറെന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ? ചില ആളുകൾ കരുതിയിട്ടുള്ളത് റിയാ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യലാണ്, അതിൽ അള്ളാഹുവിന് റോളില്ലാന്ന്. അതിന് ശിർക്ക് എന്ന് പറയോ? ശിർക്ക് എന്ന് പറയപ്പോഴാണ് പങ്കു ചേർക്കൽ ഉണ്ടാവുമ്പോഴാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, കൂടെ സമൂഹത്തിന്റെ
പ്രശംസയും ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് എന്നെക്കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊരു കീർത്തി ഉണ്ടാവണം, എന്നെക്കുറിച്ച് അറിയപ്പെടണം. ഈ പ്രവൃത്തി മൂലം എനിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇതൊരു വ്യക്തിക്കുണ്ടായാലും, ഒരു സംഘത്തിനുണ്ടായാലും, ഒരു സംഘടനക്കുണ്ടായാലും, ഒരു പ്രസ്ഥാനത്തിനുണ്ടായാലും, ആർക്കുണ്ടായാലും അവരുടെ പ്രവർത്തനം ദുനിയാവിൽ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. പക്ഷേ ഖിയാമത്ത് നാളിൽ അവർക്ക് നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല, പൊളിഞ്ഞു പോവും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. കൂട്ടത്തിൽ സാമൂഹികമായ അതല്ലെങ്കിൽ ദുനിയാവിന്ന് കിട്ടുന്ന ചില ലാഭങ്ങളും ചില പ്രശംസകളും കാര്യങ്ങളും, അതിനാണ് ശിർക്ക് എന്ന് പറയാ, പങ്കു ചേർക്കാണത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരാൾ ഒരു അമല് ചെയ്തു, അതിൽ എന്റെ കൂടെ വേറൊരാളെയും കൂടി മനസ്സിൽ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ ആ അമൽ എനിക്ക് വേണ്ട, അത്തരത്തിലുള്ള അമലുകൾ എനിക്ക് വേണ്ട. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു വളരെ നല്ലവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതല്ലാത്തതൊന്നും സ്വീകരിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാഇ യുറാഇ അല്ലാഹു ബിഹി. ആരെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അവനെ ഖിയാമത്ത് നാളിൽ അവന്റെ തനി നിറം അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരും. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ഖിയാമത്ത് നാളിൽ അവന്റെ വിഷയം അല്ലാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ബാഹ്യമായ സംസാരത്തിലും ബാഹ്യമായ പ്രകടനത്തിലും നമ്മളുടെ ആത്മാർത്ഥതയൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ പറയാ, ഞാനിത് തീർത്തും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, ദീനിനു വേണ്ടി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കറിയില്ല. പക്ഷേ അള്ളാഹു ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യൻ ഇതൊക്കെ പറയുമ്പോഴും ഇയാളുടെ ഹൃദയത്തിൽ ഇതായിരുന്നു ലക്ഷ്യം എന്നത് അള്ളാഹു എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ വെളിച്ചത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സമ്മഅ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കുറിച്ച് നമ്മളുടെ ഒരു അമല് സമൂഹത്തിൽ കീർത്തി ആവണം എന്ന് ആഗ്രഹിക്കലാണെന്ത്? സുമഅത്ത്. സുമഅത്ത് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നാലാളുകൾ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവണം. റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതൊരാള് കാണണം എന്ന് വിചാരിക്കലാണ്. നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ആ അമല് മറ്റൊരാൾ കണ്ടിട്ട് അയാൾ ഒരു കൈയടിക്കണം, അയാൾ എന്നെ കുറിച്ചൊരു പ്രശംസ പറയും. ഇതിനാണ് റിയാ എന്ന് പറയാം. ആളുകൾ എണ്ണമെന്നില്ല, പക്ഷെ ഇത് പിന്നീട് എന്റെ പേരിൽ അറിയപ്പെടണം, ഞാൻ ഇതിന്റെ പേരിൽ അറിയപ്പെടണം, ഇങ്ങനെ ആഗ്രഹിക്കലാണ് സുമഅത്ത്. ഇത് രണ്ടും വേറെ വേറെ ഉപയോഗിച്ചാൽ ഇതിന് രണ്ടിനും നമ്മൾ പറഞ്ഞ ഈ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ്. എന്നാൽ റിയാ എന്ന് മാത്രം ഉപയോഗിച്ചാൽ അതിൽ സുമഅത്ത് പെടും, സുമഅത്ത് എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ അതിൽ റിയാവും പെടും. ഇത് രണ്ടും വേറെ വേറെ പറഞ്ഞാൽ അതിന്റെ സൂക്ഷ്മമായ വിശകലനം അതാണ്. സുമഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആളുകൾക്കിടയിൽ പറയപ്പെടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മളെക്കുറിച്ച് ആളുകൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുക. അതാണ് സുമഅത്ത്. റിയാ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ കാണാൻ, നേരിട്ട് ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുക. ഇത് രണ്ടും ആര് ചെയ്താലും അവരുടെ തനിനിറം അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചത്ത് കൊണ്ടുവരും. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നിസ്കാരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്, അല്ലദീന ഹും യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അപ്പൊ നിസ്കരിക്കുന്നില്ല എന്നല്ല പറഞ്ഞ്, നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവരെ കാണിക്കലാകുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ സൂചിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഇൽമിന്റെ വിഷയത്തിലുള്ള നിയ്യത്ത് വളരെ പ്രധാനമാണ്. എല്ലാ വിഷയത്തിലും നിയ്യത്ത് പ്രധാനമാണ്. ഇൽമ് ഏറ്റവും അഫ്ളലായ ഇബാദത്തായതുകൊണ്ട് ഏറ്റവും അഫ്ളലായ നിയ്യത്ത് വേണ്ടത് എവിടെയാ? ഇൽമിന്റെ രംഗത്താണ്. കാരണം നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്തിനെ എങ്ങനെ കുളമാക്കാം എന്ന് ചിന്തിക്കുന്ന ആളാണ് ആര്? ശൈത്താൻ, ഇബ്ലീസ്. അപ്പൊ ഇൽമ് നേടലാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദേഷ്യം.
ഒരാൾ 5 നേരം നിസ്കരിക്കുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ഒരാൾ തൗഹീദിന്റെ ഉസൂലുകൾ പഠിക്കുന്നതാണ്. കാരണം എന്താ? ഖബറാരാധകനും 5 നേരം നിസ്കരിക്കും, ഖബറാരാധകനും നോമ്പ് വിൽക്കും. പക്ഷെ അവന് ചിലപ്പോൾ ഉസൂല് പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു. സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരിൽ അയാൾ പ്രതികരിക്കൂല. അതുകൊണ്ട് തന്നെ പിശാചിന് അത് ഇഷ്ടമല്ല എന്നല്ല, അല്ലെങ്കിൽ അതിനെ വെറുക്കുന്നില്ല എന്നല്ല. പക്ഷേ അതിനേക്കാൾ പിശാചിന് ദേഷ്യം പിടിക്കുക ഒരാൾ പഠിക്കാൻ തീരുമാനിച്ചു എന്നറിയുമ്പോഴാ. ഒരാൾ പഠിക്കാൻ തീരുമാനിച്ചാൽ പിശാചിന് പിന്നെ അവന്റെ വയ്യാലെ വിടൂല. എല്ലാ സ്റ്റേജിലും അവനെത്തും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞു, ഇൽമ് നേടുന്ന വിഷയത്തിൽ നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മുടെ നിയ്യത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. ഓരോ സെക്കൻഡിലും ശരിയാക്കിക്കൊണ്ടിരിക്കണം. ഓരോ സെക്കൻഡിലും നമ്മളെ അളന്നുകൊണ്ടിരിക്കണം ഈ മീസാന് വെച്ചിട്ട്. അതിൽപ്പെട്ട അതിന്റെ ഗൗരവം കാണിക്കുന്ന ഒരു ഹദീസാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന അവ്വലൻ നാസി യുഖ്ദാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഇസ്തുശ്ഹിദ ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹാ ഖാല ഫമാ അമിൽത ഫീഹാ ഖാല ഖാതൽതു ഫീക ഹത്ത ഇസ്തുശ്ഹിദ്തു ഖാല كذبت ولكنك قاتلت لي أن يقال جريء فقد قيل ثم أمر به فسحب على وجهه حتى ألقي في النار. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളാ ചെയ്യുന്നത് ഷഹീദായ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ദീനിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തിന് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളൊക്കെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും ഖിയാമത്ത് നാളിൽ. എന്നിട്ട് ചോദിക്കും, താങ്കൾ എങ്ങനെയാണ് ഷഹീദായത്, അല്ലെങ്കിൽ എന്തിനാണ് ഷഹീദായത്, അല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ താങ്കൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? ധൈര്യം, തന്റെ ഇടം, യുദ്ധം ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ നൽകിയല്ലോ, എന്തിനു ഉപയോഗപ്പെടുത്തി? അപ്പോൾ അദ്ദേഹം പറയും, അല്ലാഹുവേ, ഞാൻ നിന്റെ മാർഗത്തിൽ ഖാതൽതു ഫീക, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു, എന്നിട്ട് ഞാൻ ഷഹീദായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്, നീ കളവാണ് പറയുന്നത്. വലാകിന്നക ഖാതൽത ലി അൻ യുഖാല ജരീഉൻ, നീ ഒരു തന്റേടിയാണ്, ധൈര്യശാലിയാണ് എന്ന് ആളുകൾ പറയാനാണ് നീ എന്തിനു വന്നത്? യുദ്ധത്തിന് പുറപ്പെട്ടത്. ആളുകൾ നിന്നെക്കുറിച്ച് പറയണമാ, അദ്ദേഹം ഉഷാറാണ്, വലിയ തന്റേടുള്ള ആളാണ്, വലിയ ആദർശമുള്ള ആളാണ്, വലിയ ആദർശവാദിയാണ്. അയാൾ ചിലപ്പോൾ സലഫി മൻഹജ് തന്നെ വാദിച്ചേക്കും. പക്ഷെ അതെന്തിനാണ്? ഞാൻ സലഫി മൻഹജിന്റെ ആളാണ് എന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയട്ടെ എന്നാണ് നിയ്യത്തെങ്കിലോ? സലഫി മൻഹജിന്റെ എല്ലാ റൂട്ടും അയാൾ സ്വീകരിക്കുന്നു, ഒന്നുപോലും വിട്ടുപോകാതെ. അപ്പോഴും അയാളുടെ മനസ്സിലുള്ള നിയ്യത്ത് ഞാൻ ഈ നിലക്ക് അറിയപ്പെടണം എന്നാണെങ്കിലോ, ഞാൻ സലഫി മൻഹജ് മുറുകെ പിടിച്ച് ജീവിച്ച ആളാണ് എന്ന് ഒരു സമൂഹത്തിൽ എന്നെ കുറിച്ച് അറിയപ്പെടണം എന്നാണെങ്കിലോ അയാൾ ആഗ്രഹിക്കുന്നത്, അതോടുകൂടി അപകടമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് അറിയിച്ചു തന്നു. യുദ്ധത്തിൽ ഷഹീദായ വ്യക്തി പറയും, ഞാൻ നിന്റെ മാർഗത്തിലാണ് കൊല്ലപ്പെട്ടെന്ന്. പക്ഷേ കദബ്ത, നീ കളവാണ് പറഞ്ഞത്, നീ ജരീ ആണ്, ധൈര്യശാലിയാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. സുമ്മ ഉമിറ ബിഹി, അദ്ദേഹത്തെ കുറിച്ച് കൽപ്പന ഉണ്ടാകും. ഫസുഹിബ അലാ വജ്ഹിഹി, അദ്ദേഹത്തെ മുഖം പിടിച്ച്, മുഖം നിലത്ത് കുത്തിക്കൊണ്ടുള്ള രൂപത്തിൽ അദ്ദേഹത്തെ ഹത്താ ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. മുസ്ലിം പക്ഷത്ത് നിന്ന് ശത്രുക്കൾക്കെതിരെ തൗഹീദിന്റെ ഭാഗത്ത് നിന്ന് പോരാടി എന്ന് പറയപ്പെടുന്ന അതിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പിന്നെ കൊണ്ടുവരുന്നത് മറ്റൊരാളെയാണ്. ആരാണ്? വറജുലുൻ തഅല്ലമൽ ഇൽമ, അയാൾ എന്ത് ചെയ്തു? ഇൽമു പഠിച്ചു, താലിബു ഇൽമായി. വഅല്ലമഹു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നു. ഇൽമു പഠിപ്പിക്കുക ഏറ്റവും ശ്രേഷ്ഠമായ അമല്. തീർന്നില്ല, വഖറഅൽ ഖുർആൻ, നന്നായി ഖുർആൻ ഓതുകയും ഖുർആൻ പഠിക്കുകയും അതിൽ മാഹിറായി തീരുകയും ചെയ്തു. ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹാ ഖാല ഫമാ അമിൽത ഫീഹാ ഖാല തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതുൽ ഖുർആന ഫീക. അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തും. എന്നിട്ട് നീ എങ്ങനെയാണ് ഈ നിഅമത്തിനെ ഉപയോഗപ്പെടുത്തിയത്? അപ്പൊ അദ്ദേഹം പറയും, തഅല്ലംതുൽ ഇൽമ, ഞാൻ ഇൽമു പഠിച്ചു. വഅല്ലമഹു, അതുപോലെ തന്നെ വഅല്ലംതു, ഞാൻ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഖറഅതുൽ ഖുർആന, ഞാൻ ഖുർആൻ ഓതി. ഒക്കെ റബ്ബേ നിന്റെ മാർഗത്തിൽ ചെയ്തതാണ്.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും കദബ്ത, നീ കളവാണ് പറയുന്നത്. മറിച്ച് വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാല ആലിമുൻ, നീ ഒരു ആലിമാണെന്ന് ജനങ്ങൾ പറയലായിരുന്നു നിന്റെ ലക്ഷ്യം. ഇങ്ങനൊരു വലിയ പണ്ഡിതനുണ്ട്, അതല്ലെങ്കിൽ വലിയൊരു ആലിമുണ്ട് എന്ന് ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ച് ആളുകൾ പറയണം, ഇതായിരുന്നു നിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നീ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആന്റെ തഫ്സീർ അറിയാം, ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഹദീസിന്റെ ശറഹ് അറിയാം, എല്ലാ അഖീദാപരമായ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ അതൊക്കെ നീ പഠിച്ചത് എന്തിനാണ്? നിന്നെക്കുറിച്ച് ആളുകൾക്കിടയിൽ മതിപ്പുണ്ടാവണം, ജനങ്ങൾ എന്നെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു നിയ്യത്തിലാണ് നീ പഠിച്ചത്. ഇവിടെ നിന്റെ അമലൊക്കെ റെഡിയാണ്, പക്ഷെ നിയ്യത്തിന്റെ മീസാൻ അത് തെറ്റിപ്പോയി. ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ പറഞ്ഞതുപോലെ ഹത്താ ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയും. ഒരു ആലിമായ, ഖാരിയായ, പരിശുദ്ധ ഖുർആനിൽ മാഹിറായ, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതനെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് വലിച്ചെറിയും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ധനം ചെലവഴിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരും. അദ്ദേഹത്തോടും ചോദിക്കും, എന്തിനാണ് നീ നിനക്ക് ചെയ്ത നിഅമത്തുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി? അപ്പോൾ അദ്ദേഹം പറയും, അല്ലാഹുവേ മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന ഏതെല്ലാം ഫീൽഡ് ഉണ്ടോ അവിടൊക്കെ ഞാൻ ധനം ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നിനക്കിഷ്ടമുള്ള ഏതെല്ലാം രംഗത്താണോ ധനം ചെലവഴിക്കേണ്ടത് അവിടൊക്കെ ഞാൻ ധനം ചെലവഴിച്ചിട്ടുണ്ട്. എന്റെ കയ്യെത്താത്ത ഒരു സദഖ ഫീൽഡ് കഴിഞ്ഞു പോയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തോടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ ധനം ചെലവഴിച്ചതിൽ യുഖാല ഹുവ ജവാദുൻ, അയാൾ ഒരു വലിയ ദാനശീലനാണ് കേട്ടോ, ആര് ചോദിച്ചാലും കൊടുക്കട്ടോ, എല്ലാവർക്കും കണ്ടറിഞ്ഞു നൽകും എന്നൊക്കെ ജനങ്ങൾ പറയുക എന്നത് മാത്രമായിരുന്നു നിന്റെ ലക്ഷ്യം. അങ്ങനെ ആ വ്യക്തിയെയും കൽപ്പിക്കപ്പെടുകയും അങ്ങനെ ഫസുഹിബ അലാ വജ്ഹിഹി സുമ്മ ഉൽഖിയ ഫിന്നാർ, ആ വ്യക്തിയെയും അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് വലിച്ചെറിയും. ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ ശറഹിൽ പറയുകയാണ്, ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാസി വൽ ആലിമി വൽ ജവാദി وإقابهم على فعلهم ذلك لغير الله وإدخالهم النار دليل على تغليظ تحريم الرياء وشدة عقوبته وعلى الحث على وجوب الإخلاص في الأعمال كما قال الله تعالى وما أمروا إلا ليعبدوا الله مخلصين له الدين. അദ്ദേഹം പറയാണ്, ഒരു യുദ്ധം ചെയ്ത ആള്, ആലിമായ ഒരു വ്യക്തി, സദഖ ചെയ്യുന്ന ഔദാര്യവാനായ ഒരു വ്യക്തി, ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും അവർക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് ഇഖ്ലാസിന്റെ പ്രാധാന്യത്തിലേക്കും റിയാഇന്റെ ഗൗരവത്തിലേക്കും വെളിച്ചം വീശുന്നു. ആരെയും കാണിക്കാൻ വേണ്ടി, ഒരാളുടെയും പ്രശംസ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? അമല് ചെയ്യരുത്. അത് ദീന് പഠിക്കുന്നതാണെങ്കിലും ശരി, ദീന് പഠിപ്പിക്കുന്നതാണെങ്കിലും ശരി, സദഖ ചെയ്യുന്നതാണെങ്കിലും ശരി, അങ്ങനെ ഏത് വിഷയങ്ങളാകട്ടെ ആ വിഷയങ്ങളിലൊക്കെ നമ്മളുടെ നിയ്യത്ത് കറകളഞ്ഞതായിരിക്കണം. വഫീഹി, ഈ ഹദീസിൽ തെളിവുണ്ട്, അന്നൽ ഉമൂമാത്തി അൽ വാരിദ ഫീ ഫളിൽ ജിഹാദി ഇന്നമാ ഹിയ ലിമൻ അറാദ അല്ലാഹ തആല ബിദാലിക മുഖ്ലിസൻ വകദാലിക الثناء على العلماء وعلى المنفقين في وجوه الخيرات كله محمول على من فعل ذلك لله تعالى مخلصا. അതുകൊണ്ട് തന്നെ ജിഹാദിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസുണ്ട്. ജിഹാദ് ചെയ്യുന്നവരും അതാർക്കേ ഉള്ളൂ? നിയ്യത്ത് നന്നായവന് മാത്രമേ ഈ ഫളിലൊക്കെ ബാധകളുള്ളൂ. അല്ലാത്തവരൊന്നും എന്ത് കാര്യമില്ല, ജിഹാദിന്റെ ഫളില് പറഞ്ഞിട്ട് കാര്യമില്ല, ജിഹാദിന്റെ ഫളിലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് ആർക്ക് മാത്രമേ ബാധകളുള്ളൂ? ജിഹാദിന്റെ ഫളില് നിയ്യത്ത് നന്നായവനെ ബാധകളുള്ളൂ. ഇൽമിന്റെ ഫളില് നമ്മൾ പഠിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മൾ പഠിക്കും. പക്ഷെ അത് ആർക്കേ ബാധകാവുള്ളൂ? നിയ്യത്ത് ശരിയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ ഈ ഫളുൽ ഇൽമ്, അത് 1 വർഷമല്ല 2 വർഷമല്ല 10 വർഷം നമ്മൾ പഠിച്ചാലും അത് ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? ശരിയായിരിക്കണം. സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഏതൊരു സഹോദരന്മാരും അതുപോലെ തന്നെ ബൈലക്സിലൂടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ബൈലക്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ അഡ്മിന്മാരാകട്ടെ, അതിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താക്കന്മാരാകട്ടെ, അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളാകട്ടെ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഇടക്കിടക്ക് രംഗപ്രവേശം ചെയ്യുന്ന ആളുകളാകട്ടെ, ആരുമാകട്ടെ, ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടത്
എന്തിന്റെ ഫളലിനെ കുറിച്ച് നമ്മൾ വാചാലമായിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ മീസാനിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ നിയ്യത്താകുന്ന ആ ഒരു മീസാന് വെച്ച് ആ അമലിനെ നമ്മൾ എന്ത് ചെയ്യണം? തൂക്കി നോക്കണം. അത് ശരിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല അതിൽ എന്തെങ്കിലും ഒരു ശിർക്ക്, എന്ത് മുഴുവനായിട്ട് വേണ്ട, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നതോടൊപ്പം ശിർക്ക് വെക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. ശിർക്ക് എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുക, അതാണ് ശിർക്ക്. എന്നതുപോലെ പടച്ചറബിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നതോടൊപ്പം മറ്റെന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭൗതികമായ നേട്ടത്തിന്റെ 100% നമ്മൾ ആഗ്രഹിച്ചാൽ അതോടുകൂടി അമലെന്തായി? ബാത്തിലായി. വളരെ ഗൗരവമുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം പഠിപ്പിക്കുന്നത് പോലെ മുസ്ലിം സൊസൈറ്റിയെ നിയ്യത്ത് പഠിപ്പിക്കണം. ഖുർആൻ അധ്യായം ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ്? ആവർത്തിച്ച് ഓതി പഠിപ്പിച്ചു കൊടുക്കലല്ലേ? അതേപോലെ ഓരോ മഖറജുകള്, ഹർഫുകള്, തജ്വീദിന്റെ നിയമങ്ങള്, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഒരു സൂറത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ നിയ്യത്ത് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളും നിയ്യത്തുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താവെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സ്വയം അഭിമാനം കൊള്ളുകയും അതോടൊപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ജനങ്ങളെ കൂടി പങ്കാളികളാക്കുകയും അങ്ങനെ ആ അമലുകളൊക്കെ പാറിപ്പറക്കുന്ന ധൂളികളായി പരലോകത്ത് നമുക്കൊരു ഉപകാരവും ചെയ്യാതെ പാപ്പരായി സങ്കടപ്പെട്ട് നിരാശരായി ഖിയാമത്ത് നാളിൽ വിരല് കടിക്കുന്ന ഗുരുതരമായ ഗൗരവമേറിയ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ നിയ്യത്തിനെ അങ്ങേയറ്റം ശരിയാക്കി തീർക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൽമു പഠിക്കരുത്. 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൽമു എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്ത്? ഇതിനാണ് നിങ്ങൾ പഠിക്കണ്ട, അതാണ് വിഷയം. ഇതിനാണെങ്കിൽ ഈ 3 കാര്യത്തിനാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ നിങ്ങളിത് പഠിക്കണ്ടെന്ന് മാത്രം പറഞ്ഞതാണെങ്കിൽ തരക്കേടില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും പഠിച്ചാലോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ്, ഇബ്നു മാജയിൽ നമുക്ക് ഈ ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ തലബൽ ഇൽമ, ആരെങ്കിലും ഒരറിവ് പഠിച്ചു, എന്താ അയാളുടെ ലക്ഷ്യം? ലിയുമാരിയ ബിഹി സുഫഹാ, അറിവില്ലാത്ത വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി. അയാൾ ഇൽമു പഠിക്കുന്നത് എന്തിനാണ്? തർക്കിക്കാൻ വേണ്ടി. സാധാരണക്കാരായ അറിവ് നേടാത്ത അല്ലെങ്കിൽ വിഡ്ഢികളായ ആളുകളോട് വലിയ വലിയ പോയിന്റുകളൊക്കെ വെച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇൽമു പഠിക്കുന്നത്. ഉലമാക്കൾ പറഞ്ഞ തന്നെ എന്താണെന്നറിയോ? ഒരു ഇൽമ് ഒരു വിഡ്ഢിന്റെ അടുത്ത് സംസാരിക്കരുത് എന്നാണ്. ഇസ്ലാമിന്റെ ഉസൂലുകളും അതുപോലുള്ള ഗാംഭീര്യമുള്ള വിഷയങ്ങളൊക്കെ ആരെടുത്ത് സംസാരിക്കരുത്? ഒരു വിഡ്ഢിയുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. അത് ഇൽമിനെ കൊച്ചാക്കലാണ്. അറിവിന് അതിന് അർഹതപ്പെട്ട ആളുകളുടെ മുമ്പിലേ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇൽമു വലിയ ഗൗരവമുള്ളൊരു വിഷയല്ലേ? അറിവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ശ്രേഷ്ഠത നൽകിയ ഒരു വിഷയമാണ് അറിവ്. ഓരോ ഹർഫും പ്രധാനപ്പെട്ടതാണ്. ചരിത്രത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സംഭവം വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ആ രാജ്യത്തിലെ ഖലീഫ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം പോയില്ല. പക്ഷെ ശക്തമായ ഫോഴ്സോടുകൂടി വരേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായപ്പോ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പൊ ഖലീഫ ചോദിച്ചു, ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്തേ വരാതിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൽമ് സന്ദർശിക്കപ്പെടേണ്ട ആളാണ്, സന്ദർശിക്കേണ്ട ആളല്ല. ഇൽമിന് അങ്ങോട്ട് വന്ന് സന്ദർശിക്കണം. ഉലമാക്കളെ അങ്ങോട്ട് വിളിച്ചിട്ട് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഇൽമിനെ അപമാനിക്കരുത്. നിങ്ങൾ ഇൽമു നേടുന്നുണ്ടെങ്കിൽ ഇൽമിനെ തേടിപ്പോവണം. ഇൽമു ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു സംഭവമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ ഒരു വചനാണ്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിദ് ദറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വ അൻഫുസിഹിം. ലാ യസ്തവി, സമമാവുകയില്ല. ആര്? അൽ ഖാഇദൂന, വീട്ടിലിരിക്കുന്നവർ, മിനൽ മുഅ്മിനീന,
ആരോട് സമമല്ല? വൽ മുജാഹിദീന ഫീ സബീലില്ലാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെ ആവുകയില്ല, സമമല്ല. ഒരാൾ വീട്ടിലിരിക്കുകയാണ്, അതിനൊന്നും ആ വക കാര്യങ്ങൾക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ ആള് വീട്ടിലിരിക്കുകയാണ്. എന്നാൽ ഒരാൾ വീട്ടിന്റെ പുറത്തിറങ്ങി ജിഹാദ് ചെയ്യാണ്, ഇവർ സമമല്ല. ഈ ആയത്ത് ആദ്യം ഇറങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് ഗൈറു ഉലിൽ ളറർ, പ്രയാസമുള്ളവർ ഒഴികെ എന്ന വാക്ക് അതിന്റെ മധ്യത്തിലുണ്ട്. അത് ആദ്യം അവതരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആര് നിൽക്കുന്നുണ്ട്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. അദ്ദേഹം ആരാണ്? അന്ധനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനൊരു അന്ധനായ മനുഷ്യനാണ്, എനിക്ക് ജിഹാദിനും യുദ്ധത്തിനും പങ്കെടുക്കാൻ സാധ്യല്ലല്ലോ, ആ ശ്രേഷ്ഠത എനിക്ക് പോയല്ലോ എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പേന ഉണങ്ങിയിട്ടില്ല, കാത്തിബുൽ വഹി കുത്താബുൽ വഹി അത് എഴുതിയിട്ട് മഷി ഉണങ്ങിയിട്ടില്ല, താങ്കൾ പറഞ്ഞ അഭിപ്രായം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് കാത്തുനിന്ന് നോക്കാം. ഉടനെ തന്നെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നു. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദീന എന്നുള്ളതിന്റെ നടുക്ക് ഗൈറു ഉലിൽ ളറരി എന്ന് ഫിറ്റ് ചെയ്ത റസൂലേ. ഗൈറു ഉലിൽ ളറർ എന്നുള്ള അറബി വാക്ക് എത്ര വേർഡിൽ വളരെ പെട്ടെന്ന് എഴുതാം. പക്ഷെ ഈ വാക്കുമായി കോടാനുകോടി വർഷത്തെ വൈദൂരമുള്ള ഒരു യാത്രയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും മലക്കുകളെയും അള്ളാഹു പറഞ്ഞേക്കുക വിത്ത് 3 വേർഡ്സ്, 3 വാക്കുകൾ. ഗൈറു ഉലിൽ ളറർ, 3 വാക്കുകൾ. ഈ 3 വാക്കുകൾ കൊണ്ട് കോടാനുകോടി മൈലുകൾ താണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മലക്കുകളുടെ സംഘവും ഈ വഹയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരിക. ഇത് അറിവിന്റെ ശ്രേഷ്ഠതയല്ലേ? ഇത് വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുകൊണ്ട് ഖലീഫ വിജ്ഞാനത്തെക്കൊന്ന് ഒന്ന് ബഹുമാനിച്ചുകൂടെ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അറിവ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് വിജ്ഞാനം. മതത്തിലുള്ള ശരീഅത്തിലുള്ള ഇൽമ്, ഖുർആനിലെ ഓരോ വാക്കുകൾ, ഹദീസിലെ ഓരോ പദങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതറിഞ്ഞവൻ അറിഞ്ഞു. മൻ അലിമ അലിമ വമൻ ജഹില ജഹില. ജാഹില് തന്നെ, അറിഞ്ഞവൻ അതിന്റെ ഗൗരവം അറിഞ്ഞു. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിഞ്ഞിട്ട് ചോദിക്കും, ഓർമ്മയിലുണ്ടാവാൻ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വിഡ്ഢികളോട് തർക്കിക്കാൻ നിങ്ങൾ ഇൽമു പഠിക്കരുത്. അത് അങ്ങനെ കൊണ്ടുപോയി വെക്കേണ്ട ഒരു സംഗതി അല്ല, അത് കുറച്ചും ക്വാളിറ്റി ഉള്ളതാണ് ഇൽമ്. അതിന്റെ അർത്ഥം അറിവില്ലാത്ത ആളുകളെ പഠിപ്പിക്കരുത് എന്നല്ല. വിഡ്ഢികളോട് തർക്കിക്കാൻ നിങ്ങളിത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഗൗരവപ്പെട്ടതാണ് ഔലി യുബാഹിയ ബിഹിൽ ഉലമാ, ആലിമീങ്ങളെ മത്സരിച്ച് തോൽപ്പിക്കാനും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇൽമു പഠിക്കരുത്. ആലിമീങ്ങളെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കലല്ല, അത് അനുവദനീയാണ്. എന്നാൽ അയാളെ തോൽപ്പിക്കണം, അതിന് ഞാനൊന്ന് കിതാബ് തുറന്നു നോക്കട്ടെ. പലപ്പോഴും സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും കിതാബ് തുറന്നു നോക്കുന്നത് മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, സ്വയം പഠിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ തർക്ക വിഷയം മാത്രമേ കിതാബിൽ നോക്കൂ. അതിന്റെ തൊട്ടപ്പുറത്തെ പേജ് പോലും വായിക്കാനുള്ള സന്മനസ് ആളുകൾക്കില്ല. അപ്പുറത്തെ പേജ് പോകട്ടെ, തൊട്ടടുത്ത വരി പോലും വായിക്കുന്നില്ല. വായിക്കുന്ന വരിന്റെ നടുക്കുള്ളത് തനിക്കെതിരാണെങ്കിൽ അതുപോലും വിട്ടു വായിക്കുന്ന മനുഷ്യന്മാർ. നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഒരു സഹോദരൻ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിൽ ഉണ്ടായ ഒരു തർക്ക വിഷയത്തിൽ അറബിയിലൊരു കൃതി രചിച്ചിട്ടുണ്ട്, അറബിയിലൊരു പുസ്തകം. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ഉലമാക്കൾ എന്തൊരു വിഷയമാണോ പറഞ്ഞത് ആ വിഷയം പറയാൻ വേണ്ടി പോകുന്നതിന്റെ തലേ ഭാഗത്തുള്ള ഹെഡിങ് മാത്രം കോട്ട് ചെയ്യുക, അതിന്റെ ബാക്കി ഭാഗം താഴെ വിശദീകരിക്കുന്നുണ്ട് കൃത്യമായി. ആ ഭാഗം കട്ടുമുറിച്ച് പേസ്റ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞതിന്റെ നേരെ അതിന്റെ വിശദീകരണം താഴ്ഭാഗത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ആ ഭാഗം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് തൽക്കാലം എനിക്ക് എന്റെ വേണ്ടപ്പെട്ട ആളുകളെ ഒന്ന് സഹായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഇബാറത്തിന്റെ തൊട്ടടുത്ത പാരഗ്രാഫ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്?
അത് കൊടുക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ കിതാബുകൾ നോക്കുന്നതും അവർ ഉലമാക്കളെടുത്ത് പോകുന്ന എന്തിനാണ്? ബാക്കിയുള്ളവനൊക്കെ ഒന്നെങ്കിൽ തെറ്റ് ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ഹദീസ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബൈലക്സിലെ മുഴുവൻ അഡ്മിന്മാരും ഈ ഹദീസ് നോട്ട് ചെയ്യണം. ബൈലക്സിലൂടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താക്കന്മാരുണ്ടെങ്കിൽ അവരും ഈ ഹദീസ് നോട്ട് ചെയ്യണം. നമ്മുടെ കേരളത്തിൽ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ ഹദീസ് എത്തിച്ചു കൊടുക്കുകയും വേണം. ഈ ഹദീസ് ഇമാം നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള ആളുകൾ ഹസനാണ് എന്ന് വിധിച്ചിട്ടുള്ള, സ്വീകാര്യയോഗ്യമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഷറഹ് മുഷ്കിലിൽ ആസാറിൽ ഈ ഹദീസ് കാണാം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്ന ഹുദൈഫത ബിനുൽ യമാൻ ഹദ്ദസഹു, അദ്ദേഹം തന്റെ ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന മിമ്മാ അതഖവ്വഫു അലൈക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയത്തിൽ ഒരു വിഷയം, ഈ ഉമ്മത്തിൽ മുസ്ലിം സൊസൈറ്റിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലറജുലൻ, ഒരു വ്യക്തി, ഖറഅൽ ഖുർആൻ, അയാൾ ഖുർആൻ ഓതിയൊക്കെ പഠിച്ചു. എത്രത്തോളം പഠിച്ചു എന്ന് ചോദിച്ചാൽ ഹത്താ ഇദാ റുഇയത് അലൈഹി ബഹ്ജത്തുഹു, ആ ഖുർആനിന്റെ അലങ്കാരങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ, നല്ലൊരവസ്ഥ. തീർന്നില്ല, വകാന റിദ്അൻ ലിൽ ഇസ്ലാം, അയാൾ ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായി മാറി. ഇസ്ലാമിന്റെ പ്രൊട്ടക്ടർ, തൗഹീദിന്റെ പ്രൊട്ടക്ടർ, ശിർക്കിനെതിരെ ഘോരഘോരം ശബ്ദിക്കുന്ന ആളായി അദ്ദേഹം പഠിച്ചു മാറി. പക്ഷേ അസറുഹു ഇലാ മാ ഷാ അല്ലാഹു വൻസലഖ മിൻഹു വനബദഹു വറാഅ ളഹ്രി, പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി, തൗഹീദിന്റെ പ്രചരണത്തിൽ നിന്നൊക്കെ മാറി, നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ അയാൾ മാറി. താൻ പഠിച്ചതിനൊക്കെ അയാൾ എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. എന്തിന്? വഖറജ അലാ ജാരിഹി ബിസ്സൈഫ്, തന്റെ സ്വന്തം അയൽവാസിയായ മുസ്ലിം സഹോദരന്റെ നേരെ അയാൾ വാളും കൊണ്ട് പുറപ്പെട്ടു. എന്തിനാ പുറപ്പെട്ടത്? വറമാഹു ബിശ്ശിർക്ക്, നീ ശിർക്കിലാണ് എന്ന് പറയുവാൻ വേണ്ടി. നീ മുശ്രിക്കാണ്, നിനക്ക് ശിർക്ക് സംഭവിച്ചിരിക്കുന്നു, നിന്നെ നമ്മുടെ കൂടെ കൂടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്ത് ഇറങ്ങും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളമാണ്. അപ്പോൾ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക് അൽ മർമിയു അവിർ റാമി, റസൂലേ, ശിർക്ക് ആരോപിക്കപ്പെട്ട ആളാണോ, ശിർക്ക് ആരോപിച്ചവനാണോ ശിർക്കിനോട് ഏറ്റവും അടുത്തത്? ഈ ഒരു കാലഘട്ടം വരുമ്പോ തൗഹീദിന് വേണ്ടി പോരാടുന്ന ആളുകൾ സ്വന്തം സഹോദരനെ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി വാളെടുത്ത് നാടുനീളെ പുറപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ റസൂലെ ശിർക്കിനോട് അടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ബൽ റാമി, ആരാണോ ശിർക്ക് ആരോപിക്കുന്നത് അവനാണ് ശിർക്കിലേക്ക് ഏറ്റവും അടുത്തത്, ആരോപിക്കപ്പെട്ടവനല്ല. ഈ ഹദീസ് ഹസനായ, സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട ഹദീസാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ മാറും. അവർ ശിർക്കല്ലാത്തതിന് ശിർക്കാക്കും, ശിർക്കിനെ ശിർക്കല്ലാതെയുമാക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കളോട് മത്സരിക്കുക, ഒരാളെ തോൽപ്പിക്കുക, അതിന് ഇബാറത്ത് കട്ട് ചെയ്യേണ്ടിടത്തിൽ വളരെ ഭംഗിയായി കട്ട് ചെയ്യുക, ബാക്കി വായിക്കാൻ പാടില്ല, വായിച്ചാൽ കുടുങ്ങുന്നു തോന്നുന്നത് പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞിടത്തിൽ ഷിർക്ക് മാത്രം പറഞ്ഞ അസ്ഗർ വെട്ടുക, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതൊക്കെയാണ് പോലും അറബി ഗ്രന്ഥമായി ആളുകൾ ഇറക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ആളുകൾക്ക്, വക്താക്കൾക്ക് അള്ളാഹു സത്യം മനസ്സിലാക്കി കൊടുക്കുകയും ഹിദായത്തിലേക്ക് വരാനുള്ള സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ.
വമ്പിച്ച അപകടമാണ്. മതവിജ്ഞാന രംഗത്ത്, ദീന് നേടുന്ന രംഗത്ത് നിയ്യത്ത് വളരെ പ്രധാനമാണ്. അത് ഏറ്റവും അഫ്ളലായ ഇബാദത്തായതിനാൽ ആ വിഷയത്തിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പിശാചുക്കളുടെ സംഘം നമ്മളെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും നമ്മുടെ തലഭാഗത്തൂടെയും താഴ്ഭാഗത്തൂടെയും നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തഖ്വ കൊണ്ട് അതിനൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഏറ്റവും കൂടുതൽ ആലിമീങ്ങളെയാണ് പിശാച് പിടികൂടുക. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഅല്ലമു അൽ ഇൽം, നിങ്ങൾ ഇൽമു പഠിക്കരുത്. എന്തിനു വേണ്ടി? ലിതുമാറു ബിഹി സുഫഹാ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഔലി യുബാഹിയ ബിഹിൽ ഉലമാ, ഉലമാക്കളോട് മത്സരിക്കുവാൻ വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇൽമ് പഠിക്കുവാൻ പാടില്ല. അല്ലെങ്കിൽ ഔലി യസ്രിഫ വുജൂഹൻ നാസി ഇലൈഹി, ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇൽമു പഠിക്കുവാൻ വേണ്ടി രംഗത്ത് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ സിയാദത്തായി പറഞ്ഞ ഒരു വാക്ക്, വമൻ ഫഅല ദാലിക, ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, ഈ 3 കാര്യത്തിന് വേണ്ടി ഒരാൾ ഇൽമു നേടിയാൽ, ഒന്നെന്താണ്? വിഡ്ഢികളോട് തർക്കിക്കുക. 2 എന്താണ്? പണ്ഡിതന്മാരോട് മത്സരിക്കുക. 3 എന്താണ്? ജനങ്ങളുടെ ഇടയിൽ ആളാവുക, ജനങ്ങൾ മജ്ലിസുകളിൽ വമ്പനാവുക, ആളുകൂടുന്നിടത്തിൽ മുന്തിയ ആളാവുക. അതിനു വേണ്ടിയും നിങ്ങൾ ഇൽമു പഠിക്കരുത്. ഫമൻ ഫഅല ദാലിക ഫന്നാറു അന്നാർ, ആരെങ്കിലും ഈ 3 ലക്ഷ്യം വെച്ച് ഇൽമു പഠിച്ചാൽ അവന് നരകം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ മൗഖൂഫും സഹീഹുമായ ഒരു റിവായത്തിൽ നമുക്ക് കാണാം, കൈഫ ബിക്കും ഇദാ ലബസത്കും ഫിത്ന യർബു ഫീഹാ الصغير ويهرم فيها الكبير وتتخذ سنة فإن غيرت يوما قيل هذا منكر قيل ومتى ذلك. അദ്ദേഹം പറയാണ്, ഒരു കാലഘട്ടം വരും, ഫിത്നകൾ കൊണ്ട് നിങ്ങളെ അത് മൂടിക്കളയും. ഫിത്നയോട് ഫിത്ന നാട്ടിൽ. അന്ന് ചെറിയവർ ഫിത്നന്റെ ഗൗരവം കൊണ്ട് വലിയവരായി തീരും. വലിയവന്മാരോ യുവാക്കളൊക്കെ ആയ ആളുകൾ വയസ്സന്മാരായി പോവും. ഫിത്നന്റെ ഗൗരവം കൊണ്ട് വയസ്സന്മാരായി തീരുന്ന ഒരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അതെപ്പോഴാണ് ഓ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, എപ്പോഴാണ് അത് സംഭവിക്കുക? അദ്ദേഹം പറഞ്ഞു, ഇദാ ഖല്ലത്ത് ഉമനാഉക്കും, നിങ്ങളിൽ സത്യസന്ധരായ ആളുകൾ കുറയുമ്പോൾ. സത്യം പറയുന്ന ആരെയും കാണുന്നില്ല, സത്യസന്ധത പാലിക്കുന്ന ആരെയും കാണാനില്ല. എന്നാലോ വകസുറത്ത് ഉമറാഉക്കും, എമ്പാടും നേതാക്കന്മാരുണ്ടാവും. നേതാക്കള് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ സത്യസന്ധനായ ഒരുത്തനെ പോലും കാണിക്കുവാൻ സാധിക്കാത്തൊരു കാലഘട്ടം വരും. വഖല്ലത്ത് ഫുഖഹാഉക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ കുറഞ്ഞു പോകും. എന്നാൽ വകസുറത്ത് ഖുറാഉക്കും, എന്നാൽ ഖുർആൻ ഓതുന്ന വേറെ റിപ്പോർട്ടിലുള്ളത് ഖുതബാഉക്കും എന്നാണ്. പ്രസംഗിക്കാൻ എമ്പാടും ആളുകൾ ഉണ്ടാവും, പ്രസംഗത്തിന് എമ്പാടും ആളുണ്ടാവും, പക്ഷേ പണ്ഡിതനായിരിക്കോ? അല്ല, ഒരു പാണ്ഡിത്യം ഉണ്ടാവാത്ത ആളുകളായിരിക്കും. ദീനിനു വേണ്ടിയല്ലാതെ ദീനു പഠിക്കും. ദീനിനു വേണ്ടിയല്ലാതെ ദീനു പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. വൽതുമസത്തി ദുനിയാ ബിഅമലിൽ ആഖിറ, പരലോകത്തെ ഒരു പ്രവൃത്തി കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കും. ഈ 2 പോയിന്റ്. ഒരു ഇബാദത്ത് ചെയ്യേണ്ടത് പരലോകത്തെ കൂലിട്ടാനാണ്, പക്ഷെ നമ്മൾ അത് ചെയ്യുന്നത് ദുനിയാവിൽ ഒരു ഹൈർ കിട്ടാനാണ്. ഇങ്ങനൊരു കാലഘട്ടം വരും. ദീനിനു വേണ്ടിയല്ലാതെ ദീന് പഠിക്കും, ദീനിനു വേണ്ടിയല്ലാതെ ദീനു പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
ഞാൻ ഹദീസ് ഒരു സെക്കൻഡ്. അദ്ദേഹം മിമ്പറിൽ വെച്ച് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ ഫിത്നകളെ സംബന്ധിച്ചും അതിലുണ്ടാകുന്ന ഷർറുകളെ സംബന്ധിച്ചും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ആ ഹദീസ് ഒറ്റ സെക്കൻഡ്. ശരി, അതിന്റെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചതിൽ സഹീഹാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫിത്നയുടെ കാലഘട്ടത്തിൽ അത് എമ്പാടും വർദ്ധിക്കുമ്പോൾ ചില ആളുകളെ നോട്ടമിട്ട് പിടിക്കും. എന്നിട്ട് പറയും, ഇവൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഇവന് കുറ്റം ചെയ്തിരിക്കുന്നു, ഇവനതിൽ നടപടിയെടുക്കണം. എന്നാൽ വലൈസ ബിആസിൻ, ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അവനെ കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ തൊലി പൊരിക്കുന്നത് പോലെ അവർ അവനെ പൊരിക്കും. അവന്റെ തൊലി അവനെ അറക്കുകയും അവന്റെ തൊലി പൊളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹ മധ്യത്തിലുണ്ടാകും. പക്ഷെ അവനൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അത് എപ്പോഴാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ എപ്പോഴാണ് ഉണ്ടാവുക? അത് അലി റളിയല്ലാഹു അൻഹുവിനോട് തന്നെ പറയാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന പോയിന്റുകൾ ഇതാണ്: മതത്തിനു വേണ്ടിയല്ലാതെ പഠിക്കുന്ന ഒരു കാലഘട്ടം വരും. ദീനീപരമായ പ്രവർത്തനം കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുന്ന കാലഘട്ടം വരും. അങ്ങനെ ആലിമീങ്ങൾ കുറയുന്ന കാലഘട്ടം വരും. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഫിത്നകൾ സംഭവിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ള ഗൗരവപ്പെട്ട വിഷയങ്ങൾ പോലെ പഠിച്ച് ഇസ്ലാമിന്റെ പോരാളികളായ ആളുകൾ സ്വന്തം സഹോദരന്റെ നേരെ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി വാളുമായി രംഗത്ത് വരുന്ന കാലഘട്ടം. ഉലമാക്കളോട് മത്സരിക്കുന്ന, വിഡ്ഢികളോട് തർക്കിക്കുന്ന, അങ്ങനെ സമയം കളയുന്ന ആളുകൾ, അറിവില്ലാത്ത ആളുകളോട് തർക്കിച്ച് സമയം കളയാനുള്ളതല്ല ആലിമിന്റെ ജീവിതം. അതേപോലെ തന്നെ ഇൽമും, അതൊക്കെ അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് ഓരോ സെക്കൻഡുകളും ഇൽമു കൊണ്ട് ധന്യമാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു അറിവിന്റെ 6 മർത്തബകളിൽ ഒന്നാമത്തെ മർത്തബ നിയ്യത്താണ്. അവ്വലുൽ ഇൽമി അന്നിയ്യ, അറിവിന്റെ ഒന്നാമത്തെ പടി നിയ്യത്താണ്. സഹോദരങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു, വീണ്ടും 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 ആവർത്തിച്ച് വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ നമ്മളുടെ നിയ്യത്ത് നന്നാക്കി തീർക്കുക. പിശാച് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. മഹാവഞ്ചകനായ പിശാചും ഈ ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളും നമ്മളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. അതുകൊണ്ട് തികച്ചും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി മതപഠന രംഗത്തേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുക. മതപ്രബോധന രംഗത്തും അങ്ങനെ ദീനും ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ഒരു നിയ്യത്ത് നമ്മൾ ഉണ്ടാക്കി തീർക്കുക. ഇല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഹദീസിലും ഖുർആനിലും വാചാലമാണ്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പലതും പറയാതിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പഠിക്കുന്ന വിഷയം ഒന്നുകൂടി പറയാണ്, ഇൽമ് നേടുന്നതിലുള്ള മര്യാദകളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത് തന്നെ നമ്മൾ പഠിച്ചത് ആരുടെ ഖൗലാണ്? അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഏത് ദർജയിൽ വരുന്ന ആളാണ്? തബഉ താബിഈങ്ങളിലെ മധ്യനിരയിൽ വരുന്ന പണ്ഡിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഖൈർ നൂറ്റാണ്ടിൽ പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഹിജ്റ 118 ജനിച്ചത്. ഹിജ്റ 181 വഫാത്തായി. എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ്? 63. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വയസ്സ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ വയസ്സ്. മാത്രമല്ല, അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിന് തൽഖീൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോഴും അദ്ദേഹം ദീനീപരമായ ഒരു കാര്യം പഠിപ്പിച്ചാ മരിച്ചു വന്നത്. തൽഖീൻ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം വരുന്ന ആളുകളെ താങ്കളെ പോലുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഒരാൾ വഫാത്താവുന്ന സന്ദർഭത്തിൽ
നിങ്ങൾ എന്ത് ചെയ്യുക? തൽഖീന് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ചൊല്ലിക്കൊടുക്കണ്ട. കാരണം ആഖിർ കലാം എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കോളി നിങ്ങൾ. അതല്ല അദ്ദേഹം വേറെ സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നുകൂടി എന്ത് ചെയ്യാ? ഓർമ്മപ്പെടുത്താം. അതുകൊണ്ട് ഇനി വരുന്ന ആളുകൾ എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ മാസത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. മാത്രല്ല തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതിലുള്ള ഒരു മര്യാദ പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? ചൊല്ലു എന്നുള്ള അർത്ഥത്തിൽ അവരെ എടങ്ങേറാക്കരുത്. ചിലപ്പോൾ അവസാന നിമിഷത്തിൽ മരണത്തിന്റെ വേദനയും വെപ്രാളവും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ച് അവരെങ്ങാൻ അതിനെ നിഷേധിച്ചാൽ ഒന്ന് പോട്, എൻ്റെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ എന്തെങ്കിലും അവർ അവസാന നിമിഷത്തിൽ പറയുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക, പക്ഷെ അവരെ എടങ്ങേറാക്കരുത്. സൗമ്യമായ രൂപത്തിൽ അവരെന്ത് ചെയ്യുക? ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു ഇൽമു പഠിപ്പിച്ചുകൊണ്ട് ഹിജ്റ 181 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഷെയ്ഖുൽ ഇസ്ലാം ഇമാമുൽ അത്ഖിയ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഖൗലിൽപ്പെട്ടതാണ് അവ്വലുൽ ഇൽമി അന്നിയ്യത്തു. അറിവിന്റെ ഒന്നാമത്തെ പടി നമ്മൾ ശരിയാക്കേണ്ടത് നിയ്യത്താണ്. ബാക്കിയുള്ള ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഓരോ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തിലും അഖീദയിലും മറ്റെല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്ക് ശരിയായ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇൽമിനെ നശിപ്പിച്ചു കളയുന്ന, അതിനെ ഇല്ലാതെയാക്കി തീർക്കുന്ന എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും മോശമായ നെയ്യത്തുകളിൽ നിന്നും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചറബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റു നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ച ഒരു കാര്യങ്ങളുമില്ലാതെ നിഷ്കളങ്കമായി ഇൽമ് നേടുന്ന, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കാനുള്ള ഇൽമിയായ ഒരു തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഗൗരവപ്പെട്ട ഹദീസുകൾ അതും നമ്മൾ സമൂഹത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു